നാലാമത്തെ കൂടി പറഞ്ഞ് ഞാൻ വെയിൻ്റെപ്പയ്യാം. നാലാമത്തത്, നമുക്ക് സ്വർഗം വാങ്ങാനും നരകം വാങ്ങാനൊക്കെ പറ്റുന്നതാണ് സമ്പത്ത് എന്ന് പറയുന്നത്. സമ്പത്ത് കൊണ്ട് സ്വർഗം വാങ്ങാനും പറ്റും, നരകം വാങ്ങാനും പറ്റും. എങ്ങനെയാണ് സ്വർഗം വാങ്ങുക? ഹലാലായ സമ്പാദ്യമായിരിക്കണം നമ്മുടേത്. സമ്പാദിക്കുന്നതൊക്കെ ഹലാലായിരിക്കണം. ചെലവഴിക്കുന്നത് ഇബാദത്തിൻ്റെ മേഖലയിലും ആയിരിക്കണം. അനാവശ്യത്തിന് ഫണ്ട് ചെലവാക്കരുത്. എൻഗേജ്മെൻറ്റിൻ്റെ പേരിൽ ദൂർത്ത് നമ്മളെ നാട്ടിൽ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. വെസ്റ്റ് ബാങ്കിലും ഗസയിലും റഫയിലുള്ള മുസ്ലിമീങ്ങൾ ഇസ്രായേലിൻ്റെ ബോംബിൽ ചുട്ടരിക്കപ്പെട്ട് കൊല്ലപ്പെടുമ്പോൾ ഉത്തരേന്ത്യയിലെ ഗ്രാമങ്ങളിൽ സിയാറത്തിനോ മറ്റോ പോയാൽ കോടിക്കണക്കിന് മുഅ്മിനീങ്ങൾ ഒരു നേരത്തെ അന്നമില്ലാതെ, കിടപ്പറയില്ലാതെ, വെള്ളമില്ലാതെ കഷ്ടപ്പെടുമ്പോൾ എൻഗേജ്മെൻറ്റിൻ്റെ പേരിൽ നമ്മളെ നാട്ടിൽ ചോക്ലേറ്റിൻ്റെ പർവ്വതം. പെണ്ണിനോ ചെക്കനോ ഉള്ള 15 ലക്ഷം രൂപ. മിനിനാന്ന് പെരുന്നാൾ കഴിഞ്ഞാലും ഇന്ന് എല്ലാവരും പച്ച ഡ്രസ് കോഡ്. ഫോട്ടോ എടുത്തില്ലേ? നാളെ ഇളയമാൻ്റെ മോളെ കല്യാണത്തിന് എല്ലാവരും ചുവന്നത്, മറ്റന്നാൾ വേറെ ഇളയപ്പാൻ്റെ മോളെ കല്യാണത്തിന് അതാ എല്ലാവരും യെല്ലോ ഓർ വൈറ്റ്. മദീനയിൽ നിന്ന് കാര്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ജസദിൽ വാഹിദ്. ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിൻ ഒരു ശരീരം പോലെയാണ്. ഈ വിരലിനെങ്ങാനും വല്ല ചില്ലോ ഗ്ലാസോ കൊണ്ടിട്ട് മുറിവേറ്റു പഴുത്തു, അത് വിരൽ അനുഭവിക്കട്ടെ, കുരുത്തക്കേട് കാണിച്ചതല്ലേ എന്ന് ശരീരം ആരും പറയാതെ ശരീരം മുഴുവനും പരിപാലിച്ച് ടയേർഡായി ഈ വിരലിനോട് സഹകരിക്കും, കൂടെ നിൽക്കും. ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിന് ഒരവയവത്തിന് കേട് വന്നാൽ, വേദന വന്നാൽ പനിച്ചിട്ടും ഉറക്കൊഴിഞ്ഞിട്ടും കൂടെ നിൽക്കുന്നത് പോലെയാണ് എന്ന്. റഫയിലെ മുഅ്മിനീങ്ങളോടൊപ്പം നമ്മൾ എന്താ ചെയ്യണത്? ഗസയിലെ മുഅ്മിനീങ്ങളോട് നമുക്കെന്താ ബന്ധം? മന്തി പോലത്തെ സാധനം ഫുഡ് ആൻഡ് വീൽസിൻ്റെയോ ഐവ ഫൗണ്ടേഷൻ്റെയോ കീഴിൽ വല്ല മന്തി പോലത്തെ സാധനങ്ങാനും ഉത്തരേന്ത്യയിലെ മക്കൾക്ക് ഫുഡ് കൊടുക്കുകയാണെങ്കിൽ 3 വറ്റ് പിള്ളർ തിന്നിട്ട് ബാക്കി പൊത്തി വെച്ചിട്ട് ഉപ്പക്കും കൊണ്ടുപോകുന്ന കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് മക്കളോട് നമുക്കെന്താ ബന്ധമുള്ളത്? ചോക്ലേറ്റിൻ്റെ മലയും പർവ്വതവും എൻഗേജ്മെൻറ്റിൻ്റെ പേരിൽ എത്ര ചെറുക്കന്മാരാ എൻഗേജ്മെൻറ്റിൻ്റെ പേരിൽ അറുത്തുപോകുന്നത്. ഉമ്മ നിർബന്ധിക്കും, സ്വർണം തന്നെ വാങ്ങണം, നമുക്കൊരു പ്രസ്റ്റേജ് ഉണ്ട്, മോശമല്ലേ എന്ന്. ഉമ്മ, എനിക്ക് കല്യാണം 2 മാസം കഴിഞ്ഞിട്ട് നടത്തേണ്ടതല്ലേ, വീടെടുത്തതിൻ്റെ പണിയുടെ ആ കടം തന്നെ തീർന്നിട്ടില്ലേ, ഇനിയും സ്വർണം, പിന്നെ നമ്മുടെ കുടുംബത്തിനൊരു പ്രസ്റ്റേജ് ഇല്ലേ, ഓറെന്തെല്ലാം വിചാരിക്കൂലേ എന്ന്. ഈ ഉമ്മക്ക് എവിടെ നിന്നാണ് ഈ വിവരം നേടിയത്? സാധാരണ ഒരു ഉമ്മ എന്ന് പറഞ്ഞാൽ മക്കളെ നരകത്ത് നിന്ന് രക്ഷപ്പെടുത്തേണ്ടവരല്ലേ. എന്നിട്ട് ലോൺ എടുത്തിട്ടാണെങ്കിലും പലിശക്ക് വെച്ചിട്ടാണെങ്കിലും സ്വർണം വാങ്ങണം എന്ന് പറയുന്ന ഉമ്മ എങ്ങനെയാണ് നരകത്ത് നിന്ന് രക്ഷപ്പെടുത്തുക? നരകത്ത് നിന്ന് രക്ഷപ്പെടാൻ മോന് ശ്രമിക്കുമ്പോൾ ആ മോനെ പിടിച്ച് നരകത്തിൽ ഇടുകയല്ലേ ഈ ഉമ്മ ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ നമ്മുടെ സമ്പത്തിനോട് എങ്ങനെയാണ് നമുക്ക് സൂക്ഷ്മത ഉണ്ടാവേണ്ടത്? അപ്പോൾ എൻ്റെ സമ്പാദ്യം 5 പൈസ ചിലവെക്കുന്നത് ഹലാലാവണം, ഇബാത്താവണം. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഒരു കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടു. മഹാനവറുകൾ ആ വലീമത്തിനെത്തിയപ്പോൾ ആ വലീമത്തിൻ്റെ സദ്യയിൽ, കല്യാണ സദ്യയിൽ വെള്ളിയെ കൊണ്ട് ഉണ്ടാക്കിയ സുർമയുടെ കുപ്പി കണ്ടു. വെള്ളിനെ കൊണ്ട് സുർമയുടെ കുപ്പി ഉണ്ടാക്കിയതായിട്ട് കണ്ടു. മഹാനവറുകൾ അവിടുന്ന് ഇറങ്ങിപ്പോന്നു. ആരോ ചോദിച്ചു, എന്തേ? സുർമക്കുപ്പി വെള്ളിനെ കൊണ്ടുണ്ടാക്കൽ അത് കുറച്ച് ഓവറാണ്, അത് ഉള്ള സദസ്സിൽ ഞാനില്ല എന്ന് പറഞ്ഞിട്ട് പോന്നു. ഇപ്പം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും കല്യാണത്തിന് പങ്കെടുക്കുമോ? കുറച്ചൊക്കെ ഒന്ന് നിർത്തണം മനുഷ്യന്മാരെ, കുറച്ചൊക്കെ ഒന്ന് ഒഴിവാക്കണം. സമ്പാദ്യം കുറച്ച് ഗൾഫ് പണം നമ്മളെ നാട്ടിലേക്ക് ഒഴുകിയപ്പോൾ കാണിക്കുന്ന അഹങ്കാരത്തിനൊക്കെ ഒരു പര്യവസാനമുണ്ട്. ആഖിറത്തിൽ ഓരോന്നിനും അള്ളാഹുവിനോട് അക്കമിട്ട് മറുപടി പറയേണ്ടി വരും. ഉമ്മമാർ പെങ്ങന്മാർ ഈ വിഷയത്തിൽ ഒന്ന് സൂക്ഷ്മത ഉണ്ടെങ്കിൽ തന്നെ ചെക്കന്മാർ കുറച്ചൊക്കെ രക്ഷപ്പെടുമെന്നാണ് കൺസെപ്റ്റ്. ഒന്നും വേണ്ട, എൻഗേജ്മെൻ്റ് ഒന്ന് ചാവിടിച്ചിട്ട് വരാം എന്ന് പറയുകയാണെങ്കിൽ പെങ്ങളെ വക വണ്ടി കിക്കർ ചവിട്ടും. ഒന്നുമില്ലാണ്ട് പോകുമ്പോൾ മോശമല്ലേ, ഒരു മോതിരം. അപ്പോൾ മൂത്തായിട്ട് മോതിരം നമ്മുടെ കുടുംബത്തിനൊരു എന്നാൽ ഈ പെങ്ങളൊരു മോതിരം തരോ? അതുണ്ടാവില്ല. നമ്മളെ പണം കറക്റ്റായിരിക്കും.
അതേപോലെ തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ പലിശയുമായിട്ട് ഒരു ബന്ധവും നമുക്ക് ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾക്കറിയോ, അഹമ്മദ് ബിൻ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഒരാൾക്കൊരു സംഖ്യ കടം കൊടുത്തു. കടം കൊടുത്തപ്പോൾ അയാൾ കടം തിരിച്ചു തരേണ്ട ഡേറ്റ് ആയിട്ടും തന്നിട്ടില്ല. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അയാളുടെ വീട്ടിൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ കടം വാങ്ങിയ മനുഷ്യന് മനസ്സിലായി അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വന്നിട്ടുണ്ട്. അയാൾ പറഞ്ഞു, ഞാൻ തരാലോ, നിങ്ങളെന്താ ഈ വെയിലത്ത് നിൽക്കണത്, കയറിയിരിക്കൂ, അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഈ സൺഷെയ്ഡിൻ്റെ തണൽ കൊള്ളാലോ, കയറി വരി. വേണ്ട. അതെ, ഞാൻ നിങ്ങൾക്ക് 10,000 അല്ലേ തന്നത്, അത് നിങ്ങൾ തിരിച്ചു തരുമല്ലോ എനിക്ക്, അതെ മതിയല്ലോ, അതും നിങ്ങൾ കയറിയിരിക്കാത്തതും എന്താ ബന്ധം? നിങ്ങളെനിക്ക് ഞാൻ തന്ന 10,000 തിരിച്ചു തരുന്നതോടൊപ്പം നിങ്ങളെ വീടിൻ്റെ തണൽ കൂടി ഞാൻ അനുഭവിക്കുമ്പം ഞാൻ തന്ന സംഖ്യേൻ്റെ കൂടെ ഒരു ലാഭം നേടിയെടുക്കലാകുമ്പോൾ പലിശയാവോ എന്ന് പേടിച്ചിട്ടാണ് കേട്ടോ. കുല്ലു ഖർലിൻ ജറ മൻഫഅതൻ ഫഹുവ റിബ. കടം കൊടുത്തിട്ട് ലാഭം വാങ്ങുന്ന എല്ലാ ഏർപ്പാടും ഇസ്ലാമിൽ പലിശയാണ്. അത് ചിലപ്പോൾ പണിക്കൂലിയില്ല സ്വർണത്തിന്, അല്ലെങ്കിൽ അങ്ങനെയില്ല, അങ്ങനത്തെ എന്ത് മസല നമ്മൾ കൈകാര്യം ചെയ്യുമ്പോഴും ഇപ്പോൾ പണമടച്ച് പിന്നീട് വാങ്ങുന്ന ഏതൊരു കാര്യത്തിലും നമ്മൾ ഒരറിവുള്ള ഒരാളോട് ചോദിച്ചിട്ടല്ലാതെ ഒരു വിഷയത്തിലും ഇടപെടരുത്. ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. അറിവുള്ളവരോട് ചോദിച്ചുകൊണ്ടിരിക്കണം. ചില മഹാന്മാരുടെ സൂക്ഷ്മത കേട്ട് നിങ്ങൾ, അവർ 1000 രൂപ കടം കൊടുത്താൽ, രൂപ എന്നൊക്കെ നമ്മുടെ നാട്ടിലെ ഉദാഹരണം പറയാം കേട്ടോ, 1000 രൂപ കടം കൊടുത്താൽ തിരിച്ചു വാങ്ങുമ്പോൾ 990 900 വാങ്ങുള്ളൂ. എന്തേ, അന്ന് ചില്ലറ 1000 ഇങ്ങനെ എണ്ണിത്തരുമ്പോൾ എൻ്റെ വന്ന് തെറ്റിപ്പോയിട്ട് 1000 ആയതാണെങ്കിലോ, ചിലപ്പോൾ 900 ആണെങ്കിലോ അവിടെ 900 മതി. അത്രയും അവർ പലിശയെ ഭയപ്പെട്ടു, പേടിച്ചു. ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. ഇങ്ങനെ നമുക്ക് അള്ളാഹു തന്ന അനുഗ്രഹങ്ങളൊക്കെ ഉപയോഗിച്ച് സമ്പത്ത് കൊണ്ട് സ്വർഗത്തിൽ പോയ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, ആരോഗ്യം കൊണ്ട് സ്വർഗം വാങ്ങിയ സ്വഹാബത്ത്, സമയം കൊണ്ട് സ്വർഗം വാങ്ങിയ ഇമാമുമാർ, മാതാപിതാക്കളെ കൊണ്ട് സ്വർഗം വാങ്ങിയ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ തങ്ങൾ, മഹാനായ ഹാരിസത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹു, എത്ര മഹാന്മാരുണ്ട്. അതാണ് വമൻ യബിഅജില മിൻഹു ബിഅജിലിഹി യബില്ലഹുൽ ഗബ്നു ഫീ ബൈഇൻ വഫീ സലമി. ഈ ദുനിയാവ് കൊണ്ട് നമുക്ക് ആഖിറം വാങ്ങണം. ആഖിറം വിറ്റിട്ട് ദുനിയാവ് വാങ്ങുന്നതാണ് ഖിയാമത്ത് നാളായിക്കൊണ്ടിരിക്കും കാണുക. അതിൽ നമ്മൾ പെട്ടുപോകരുത്. അള്ളാഹു നമ്മുടെ സംസാരവും ഈ വഅലിൻ്റെ മജ്ലിസും ഇതുവരെ നടന്ന എല്ലാ പ്രോഗ്രാമും റാത്തീബും സിയാറത്തും എല്ലാം അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അള്ളാഹുവെ നമ്മുടെ മജ്ലിസ് നീ സ്വീകരിക്കണേ റഹ്മാനെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുവേ നമ്മുടെ മജ്ലിസ് കബൂലാക്കണേ. അല്ലാഹ് നമ്മളിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾ, ഉസ്താദുമാർ, നമുക്ക് വേണ്ടപ്പെട്ടവർ, ഈ മഹല്ലിൽ നിന്ന് മരിച്ചുപോയവർ എല്ലാവരുടെയും ഖബർ സ്വർഗ്ഗാക്കണേ റഹ്മാൻ. നമ്മളെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാൻ.